എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രിയാൻ ട്രേസിയുടെ ലക്ഷ്യങ്ങൾ എന്ന പുസ്തകത്തെ പറ്റിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ബ്രിയാൻ ട്രേസിയുടെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകത്തെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രിയാൻ ട്രേസിയുടെ ബുക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു അലസനായിരിക്കുമ്പോഴൊക്കെ ബ്രിയാൻ ട്രേസിയുടെ ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ നല്ലൊരു ആവേശം ഉണ്ടാകും ജോലി ചെയ്യാനും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ബ്രിയാൻ ട്രേസി തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എങ്ങനെ അദ്ദേഹം ഇത്ര വലിയൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായി, എത്ര വലിയ ബിസിനസ് കൺസൾട്ടൻറ്റ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതാണ്. ഏറ്റവും ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രശസ്തനായ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹം എന്താക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും നമ്മളുമായി ഷെയർ ചെയ്യുന്നത് തന്നെയാണ് ബ്രിയാൻ ട്രേസിയുടെ ബുക്കുകളെ വളരെ പ്രശസ്തമാക്കുന്നതും അതൊരു റിയാലിറ്റി. കാരണം നമുക്കത് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, അത് വിശ്വസിക്കാം എന്നുള്ളതാണ് ആ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലക്ഷ്യങ്ങൾ എന്നുള്ള പുസ്തകവും അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായ ഒരു പുസ്തകം തന്നെയാണ്. കാരണം നമ്മൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എടുത്തു നോക്കിയാലും എന്ത് എടുത്തു നോക്കിയാലും അദ്ദേഹം ഈ ലക്ഷ്യങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി, ഒരു ജീവിതത്തിൽ ഗോള് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം ഒരു ഡയറക്റ്റ് സെയിൽസിൽ ഏർപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഗോൾസ് എഴുതി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം, എഴുതി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ വലിയ വലിയ സ്ഥാനത്തിലേക്ക് കയറിയത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലക്ഷ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ വേറൊരു പ്രത്യേകത, എല്ലാ പുസ്തകങ്ങളിലും 21 അധികം കിസ് ദാറ്റ് ഫ്രോഗ് ഒഴികെ ബാക്കി അധിക പുസ്തകങ്ങളിലും അദ്ദേഹം ഒരു 21 ചാപ്റ്ററാണ്. നമുക്കറിയാം സൈക്കോളജിക്കലായിട്ട് ഒരു 21 ദിവസം നമ്മളൊരു സാധനം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാകും, നമ്മളിലേക്ക് മാറ്റം സംഭവിക്കും. അതുപോലെ തന്നെ എല്ലാ ഇതിലും അദ്ദേഹം ഒരു 21 ചാപ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ അധിക പുസ്തകങ്ങളിലും അദ്ദേഹം എഴുതാറ്. ഇതിലും ലക്ഷ്യങ്ങളിലും 21 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ആദ്യം ആമുഖം, പിന്നീട് നേതാക്കളെ, ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു നേതാക്കളെ പിന്തുടരുക, അണികളെയല്ല പിന്തുടരേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് തുടക്കമിടും, സാധ്യതകളുടെ പൂട്ട് തുറക്കൂ എന്നുള്ളത്. എവിടെ നിന്ന് തുടങ്ങി എന്നതിലല്ല, എങ്ങനെ അവസാനിക്കുന്നു എന്നതിലാണ് കാര്യം, അല്ലേ? നമ്മൾ എവിടെ തുടങ്ങിയെന്നാരും ശ്രദ്ധിക്കൂല. നമ്മൾ ഇവിടെ എന്താണ് നമ്മളുടെ ജീവിതം കൊണ്ട്, ഇപ്പം 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ഇതിൽ രണ്ടാമത്തെ ഹാബിറ്റ് പറയുന്ന ബിഗിൻ വിത്ത് എൻഡ് ഇൻ യുവർ മൈൻഡ് എന്ന് പറയുന്നതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് നമ്മളുടെ ശവസംസ്കാര ചടങ്ങാണ്. ആ ശവസംസ്കാര ചടങ്ങിൽ നമ്മളെപ്പറ്റി നാട്ടുകാർ എന്താണ് പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പറ്റി നാട്ടുകാർ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, സുഹൃത്ത്, വയസ്സായി, ഒരു 45-50 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് LLB അഡ്വക്കേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, ഈ വയസ്സാം കാലത്ത് എന്തിനാ ഇനി LLB, ഇനി ഇവിടെ പ്രാക്ടീസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, മരിച്ചാൽ പറയല്ലോ ഒരു വക്കീലാണ് മരിച്ചത് എന്നുള്ളത്. അപ്പോൾ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നല്ല, എങ്ങനെ നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. അതായത് നമ്മൾ വളരെ ഈ ഒരു ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളായി ജീവിച്ച് തീർക്കുക. അതായത് ഈ 80-ാം വയസ്സിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ പാടില്ല, അയ്യോ ഞാൻ എൻ്റെ ജീവിതം വേസ്റ്റ് ആക്കിയല്ലോ, ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തോടെ ജീവിക്കുന്നതിന് പകരം ഈ നിമിഷത്തെ, ഈ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുക എന്ന് ബ്രിയാൻ ട്രേസി നമ്മളോട് പറയുന്നു. ഇവിടെ നിന്ന് തുടങ്ങി എന്നതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം എന്നുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിഞ്ഞ ദിവസങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആർക്കും ചെയ്യാം, എന്തുകൊണ്ട് മനുഷ്യർ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നില്ല? നമുക്കറിയാം ലക്ഷ്യങ്ങൾ തീരുമാനിച്ചാൽ നല്ലതാണ്. ഞാൻ എവിടെയോ വായിച്ചതോ കേട്ടതോ ഓർമ്മയുണ്ട്. അതായത് ഒരാൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വളരെ അലസമായിട്ട് ഒരു 2-3 പെട്ടിയുമായിട്ട് ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ ആരോടോ, പ്ലാറ്റ്ഫോമിലുള്ള ആരോടോ ചോദിച്ചു, ആ ട്രെയിൻ ഏതാണ്? പുള്ളിക്ക് തിരുവനന്തപുരത്താണ് പോകേണ്ടത്. അപ്പോൾ അത് തിരുവനന്തപുരം ട്രെയിനാണെന്ന് പറഞ്ഞപ്പോൾ അത്രയും സമയം അദ്ദേഹം അലസനായിട്ട് നടന്നു വരികയാണ്. ഇത് തിരുവനന്തപുരം, അദ്ദേഹത്തിന് പോകേണ്ട ട്രെയിനാണെന്ന് പറഞ്ഞപ്പോൾ എന്തായി, അതിനൊരു സ്പീഡും പെട്ടിയൊക്കെ നന്നായി പിടിച്ച് നല്ല സ്പീഡിലൂടെ ആ ട്രെയിനിൽ കയറാൻ വേണ്ടി പോയി. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, പലരും ചോദിക്കും എന്തിനാണ് ലക്ഷ്യം, എല്ലാവരും ലക്ഷ്യമുണ്ടായിട്ടാണോ? കാരണം അതിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന റോൾ മോഡൽസൊക്കെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടാവും, ഞാനങ്ങനെ ലക്ഷ്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളും അവരെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളും പറയും അവരൊന്നും ലക്ഷ്യം ഫിക്സ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ. പക്ഷേ ലക്ഷ്യം ഫിക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എവിടെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, അതിൻ്റെ ഒരു വേഗതയൊക്കെ കൂടുന്നതിന് വേണ്ടി നമുക്ക് ലക്ഷ്യം, നമ്മളുടെ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മളിൽ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യർ ലക്ഷ്യങ്ങൾ തീരുമാനിക്കാത്തതെന്ന് ചോദിക്കുന്നതിന്, ലക്ഷ്യങ്ങൾ അത്രത്തോളം പ്രധാനമല്ലെന്ന് അവർ ചിന്തിക്കുന്നു. ലക്ഷ്യം
ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഈ ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ടാണോ പലരും ജീവിക്കുന്നത്. അതിന് നമ്മൾ ഒരുപാട് എക്സ്ക്യൂസുകളും കണ്ടുപിടിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒന്ന് എഴുതി വെച്ച ലക്ഷ്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എഴുതി വെച്ച ലക്ഷ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയുന്നു. പിന്നെ തിരസ്കരണ ഭയം, പരാജയ ഭീതി. ഇനി ചില ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് എത്താൻ പറ്റൂലേ, പിന്നെ ഒരു പരാജയത്തിൻ്റെ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ചിലവർ ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യാത്തതെന്ന് പറയുന്നു. പിന്നെ തിരസ്കരണ ഭയം. പിന്നെ സെറ്റ് ചെയ്യുന്ന പറയുന്നത് നാലാമത്തെ കാരണം, നിങ്ങളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുകയും അത് വിജയകരമല്ലാതെ വരികയും ചെയ്താൽ മറ്റുള്ളവർ വിമർശിക്കുകയോ. നമ്മളൊരു ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തു, ആ ഗോള് എത്തിയിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മൾ വിമർശിക്കുമോ എന്നുള്ള ഒരു പിന്നെ തിരസ്കരണ ഭയം നമ്മൾ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യണം, ആ ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം. പ്രധാനപ്പെട്ട ഒരു 10 ലക്ഷ്യങ്ങളും നമുക്കറിയാം ഡിഫറെൻറ്റ് ഏരിയയിലുണ്ടാകും. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാകാം, നമ്മളുടെ പിന്നെ എഡ്യൂക്കേഷൻ വൈസിൽ ഉണ്ടാകാം, ഹെൽത്ത് വൈസ് ഉണ്ടാകാം, റിലേഷൻഷിപ്പ് വൈസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ മേഖലകളിലും നിങ്ങൾക്ക് എന്താകണം എന്നുള്ളത് ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങുക. എഴുതി വെക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മേൽത്തട്ടിലെ 3%, ഇത് പിന്നെ പലരും ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നടത്തിയ പരീക്ഷണം അദ്ദേഹത്തിൻ്റെ അധിക പുസ്തകങ്ങളിലും പറയുന്നതാണ്. 100 ആൾക്കാരെ നോക്കിയപ്പോൾ അതിൽ പകുതിയാക്കും പിന്നെ ലക്ഷ്യങ്ങളെ ഇല്ല, ഒരു കുറച്ചാൾക്ക് ലക്ഷ്യങ്ങളുണ്ട്, അത് മൈൻഡിൽ മാത്രമാണ്. 3% ആൾക്കാർക്ക് മാത്രമാണ് 3% ആൾക്കാർ മാത്രമാണ് ആ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതെന്ന് പറയുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവരെ നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ച 3% ആൾക്കാർ അവരുടെ ലക്ഷ്യം ഇതാവുകയും അച്ചീവ് ചെയ്യുകയും ബാക്കിയുള്ളവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ചിലവർക്ക് ലക്ഷ്യങ്ങളില്ല, മറ്റുള്ളവർക്ക് മനസ്സിൽ മാത്രമാണ് ലക്ഷ്യങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. ഇനി പറയുന്നു സന്തോഷത്തിന് ലക്ഷ്യങ്ങൾ വേണം എന്നുള്ളത്. നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ലക്ഷ്യങ്ങൾ വേണം എന്നുള്ളതാണ്. അതെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഹാപ്പിനെസ് കിട്ടുന്നത്. പലപ്പോഴും പറയാറുണ്ട് സന്തോഷം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമ്മൾ നന്നായി ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം പാസ്സാകുമ്പോൾ, നമ്മളൊരു ലക്ഷ്യം അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷമായി ഇരിക്കാൻ നമുക്ക് എന്ത് വേണം, നമുക്ക് ലൈഫിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. നമ്മളുടെ കയ്യിലാണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ താക്കോൽ നമ്മളുടെ കയ്യിൽ തന്നെയാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ വേറൊരു പ്രത്യേകത, ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നമുക്കൊരു ഒരു ഇത് തരും, നിങ്ങൾ എന്തൊക്കെ ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളത്. ഇതിലും പറയുന്നുണ്ട്, നിങ്ങൾക്കായി സെറ്റ് ചെയ്യുന്ന ഏത് ലക്ഷ്യങ്ങളും നേടാനുള്ള ജന്മസിദ്ധ കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്ന് അനുമാനിക്കുക. എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആയിത്തീരേണ്ടത്, എന്ത് വേണം, എന്ത് ചെയ്യണം. ജീവിതത്തിൽ നിങ്ങൾക്കറിയേണ്ട ഏറ്റവും മഹത്തമായ ലക്ഷ്യവും ഉദ്ദേശവും എന്നതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുക. അത് നേടാൻ നിങ്ങൾക്ക് എന്ത് കൂടുതലായി ചെയ്യാനാകും. അങ്ങനെ കുറച്ച് ലിസ്റ്റുകൾ പുള്ളി തന്നിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും കഴിയുമ്പം നമ്മളിതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നമ്മളോട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസം നമുക്ക് 2ാമത്തെ ചാപ്റ്ററുമായിട്ട് പോകാം. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ള വളരെ മനോഹരമായ ചാപ്റ്ററാണ്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.